ഇതുപോലെ നെക്കിൽ ആര്യ വർക്കൊക്കെ വരുന്ന ടൈപ്പ് നെക്ക് അടിച്ചു മറിക്കാനായിട്ട് നമ്മൾ ആദ്യം ലൈനിങ്ങും നല്ല തുണിയൊക്കെ തമ്മിൽ കൂട്ടി അടിച്ച് വയ്ക്കുക. അതിനുശേഷം വൺ സൈഡ് പ്രഷർ ഫുട്ട് വയ്ക്കുക. വൺ സൈഡ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ വർക്കിൻ്റെ സൈഡിലൂടെ ആദ്യം ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തത് ഈ ബാക്ക് സൈഡിൽ ഈ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റിച്ച് കാണാൻ പറ്റും. നമ്മളിതുപോലെ ലൈനിങ്ങും നല്ല തുണിയും ഒപ്പം വെച്ച് നമ്മളൊന്ന് കൂട്ടി അടിച്ചതിന് ശേഷമാണ് ഇതുപോലെ നെക്ക് അടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ ഒരു കട്ടിംഗ് പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ 3 സൈഡും ഒന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൃത്യം നടുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന പോലെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല വശം അതിനോട് ചേർന്ന് വരുന്നത് പോലെ ഒപ്പം വെച്ച് നമ്മൾ ആദ്യം അടിച്ചെടുത്ത ആ സ്റ്റിച്ചിന് മുകളിലൂടെ വീണ്ടും നമ്മൾ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ സ്റ്റിച്ചിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുത്ത് ഈ കട്ടിംഗ് പീസ് ചീത്ത വശത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് ചുളികൾ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വറക്കുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലൂടെ നമുക്ക് പതിച്ചടിക്കാൻ പറ്റത്തില്ല. അതിനായിട്ട് ഈ അടിയിൽ നിന്ന് ലൈനിങ് ഇങ്ങ് പുറത്തേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഈ താഴ്ഭാഗം മാത്രം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നേരെ ഒന്ന് അടിച്ചു പിടിക്കുക. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സിബിൾ ടേപ്പ് വാങ്ങി ഈ ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് തേച്ച് കൊടുത്താലും മതി. ഇനി തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിൽ സ്റ്റിച്ച് വന്നിട്ടുമില്ല. ഇനി ഈ നെക്കിൻ്റെ എഡ്ജിലൂടെ വേണമെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഒന്ന് അമർത്തി തേച്ച് കൊടുത്താലും മതി. ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വർക്ക് വരുന്ന നെക്കിൻ്റെ ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും.